സൽക്കാരങ്ങളും ഉദ്ഘാടനങ്ങളും കഴിഞ്ഞ് 11ാം നാൾ മുഖ്യനും സംഘവും കടപ്പുറത്തേക്ക്. അങ്ങനെ സൽക്കാരങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ കഴിഞ്ഞ് സകല തിരക്കുകളും കഴിഞ്ഞപ്പോൾ മുഖ്യനും സംഘവും പതുക്കെ ഇറങ്ങി. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ ദുരന്തം നടന്ന് 11ാം ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശനും മറ്റു മന്ത്രിമാരും സന്ദർശിച്ചപ്പോൾ വ്യാപകമായ ജനരോഷവും കടുത്ത പ്രതിഷേധവുമാണ് തീരദേശ കുടുംബങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രധാന പ്രതികരണങ്ങളും ആവശ്യങ്ങളും ഇനി പറയുന്നവയാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും നടത്തിയ പരാമർശങ്ങൾ തങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചതായി വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മത്യാസിന്റെ കുടുംബം മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയോടും വി അബ്ദുൽ ഗഫൂറിനോടും നേരിട്ട് പറഞ്ഞു. ഉപജീവനത്തിനായി കടലിനെ മാത്രം ആശ്രയിക്കുന്ന തങ്ങളോട് ഇത്തരം ക്രൂരമായ വാക്കുകൾ പറയരുതെന്നും അവർ ആവശ്യപ്പെട്ടു. അപകടം നടന്നിട്ടും ആദ്യ ദിവസങ്ങളിൽ ഫലപ്രദമായ രീതിയിൽ തിരച്ചിൽ നടത്തിയില്ലെന്നും തീരദേശ മേഖലയോടും കാണാതായവരോടും സർക്കാർ കടുത്ത അവഗണന കാണിച്ചുവെന്നും കുടുംബങ്ങൾ മന്ത്രിമാരുടെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി മാപ്പ് പറയണം. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി തങ്ങളോട് മാപ്പ് പറയണമെന്ന് കുടുംബങ്ങളും വിവിധ തീരദേശ സംഘടനകളും മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് തങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും നിലവിലെ മുന്നറിയിപ്പുകൾ പലപ്പോഴും കൃത്യതയില്ലാത്തതാണെന്നും കാണാതായ ജോണിന്റെ മകൻ മന്ത്രിമാരോട് വ്യക്തമാക്കി. രക്ഷാപ്രവർത്തന പ്രോട്ടോകോൾ വേണം. ഓഖി ദുരന്തം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കടലിൽ ഒരു അപകടമുണ്ടായാൽ ഉടൻ രക്ഷാപ്രവർത്തനം തുടങ്ങുവാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഒരു പ്രോട്ടോകോൾ സർക്കാർ തയ്യാറാക്കിയിട്ടില്ല എന്ന് കുടുംബങ്ങൾ മന്ത്രിമാരോട് പറഞ്ഞു. വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മത്യാസിന്റെ മകനും മകളും സംസാരിക്കുന്നത് കേൾക്കുക. നമ്മുടെ ആവശ്യം നമ്മുടെ സർക്കാരിനോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായിട്ട് ഒരിക്കലും ആരും വ്യാഖ്യാനിക്കരുത്. ഇതിൽ നിന്ന് വരുന്ന ഒരു മോശം പ്രതികരണം എന്ന് വെച്ചാൽ ചിലപ്പോ അത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും പറയുന്നത്, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം മുഴുവനും ഇങ്ങനെയാണ് എന്നൊരു രീതിയിൽ ചിന്തിച്ചു പോകും. അല്ല, മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും അങ്ങനെ ആയിരുന്നു. മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞ് കടലിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കടലിൽ അങ്ങനെയല്ലേ, കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നോട് ഫോൺ കോളിലും അദ്ദേഹം സൂചിപ്പിച്ചത്, അതെ, ഫോൺ സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹെർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ചെയറിന്റെ ഒരു പ്രധാനം അദ്ദേഹം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലെ പ്രതിഷേധം ശക്തമായതോടെ നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ കാണുവാൻ മുഖ്യമന്ത്രി പോയി. പോകുന്നതിന് മുമ്പ് സതീശൻ സംസാരിച്ചതും ആ സംസാരം വിവാദമായി അതിനുശേഷം അവരുടെ തിണ്ണയിൽ പോയിരിക്കുന്നതും അതിനുശേഷമുള്ള ശാന്തമായ ആ പ്രതികരണവും കാണുക. വിഴിഞ്ഞത്ത് ഒരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് 9 ദിവസം ഇതുവരെ തിരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുളച്ചലിലും പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറെ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. 3 പേര്. പക്ഷെ ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ ഇന്നും തെരച്ചിൽ നടത്താണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? 148. 148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. അപ്പൊ അത് ഞാൻ പറഞ്ഞാണ്, 148 പേര് പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും.
അതല്ല അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. വി.ഡി. സതീശ, റീൽസ് ചിത്രീകരണ സമയത്ത് ഇത്തരം കണക്കുകൾ, ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ പറയുന്നത് കൊള്ളാം. ഒരു വശത്ത് കൂടപ്പുറപ്പുകളെ കടലിൽ പോയി കാണാതായ ആദിയിൽ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ പിണറായിയുടെ സമയത്ത് കടലിൽ പോയവരുടെ കണക്കും കടൽ തീരത്തന്ന് അപ്പിയിട്ടവരുടെ കണക്കും ഒന്നുമല്ല പറയേണ്ടിയിരുന്നത്. അല്പം മനുഷ്യത്വത്തോടെ രണ്ടു വാക്ക് അവരെ ആശ്വസിപ്പിച്ച് സംസാരിച്ചാൽ ഈ വിവാദമൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ചെയ്തത് നല്ല കാര്യം. നേവിയെയും കോസ്റ്റ് ഗാർഡിനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്തത് നല്ല കാര്യം. ഇതൊരല്പം മുൻപായിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു എന്നാണ് ആ പാവങ്ങൾ പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.